ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. എന്തായാലും നാളെ ഇലക്ഷനാണ്. എല്ലാവരും പോയി വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ വോട്ടുകളും വിലപ്പെട്ടതാണ്. അടുത്ത 5 കൊല്ലത്തേക്ക് നമ്മൾ സഹിക്കേണ്ടതാണ്. എന്തായാലും വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നു. എന്ന് വെച്ചാൽ 5 കൊല്ലം വിലപ്പെട്ടതാണ്, സൂക്ഷിക്കുക. വാഗ്ദാനങ്ങളിലൊന്നും വീഴരുത്. ജനാധിപത്യത്തിൽ ഉറച്ചു നിന്ന് തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കൊന്ന് കുറച്ച് ഇലക്ഷൻ കോമഡികളിലോട്ട് പോകാം. ഇത് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഒന്ന് അഖിൽ മാരാർ, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, BJP-ക്കാർക്കാണ് ഈ തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കോമഡികളുള്ളത്. നമുക്ക് ആ കോമഡികളിലോട്ടൊന്ന് കടക്കാം. നമുക്ക് കുറച്ച് ഇനിയിപ്പം നമ്മുടെ അഖിൽ മാരാരുടെ കുറച്ച് കോമഡി വീഡിയോസിലേക്ക് കിടക്കാം. തീപ്പൊരി ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ അടുത്ത് നിന്നൊരു തീപ്പൊരി പ്രസംഗം, എൻ്റെ രോമം വരെ എഴുന്നേറ്റ് നിന്നു പോയി. എന്തായാലും ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം, ഒന്ന് കേട്ട് നോക്കാം എങ്ങനെ ഉണ്ട് ആ പ്രസംഗമെന്നും. നമ്മൾ അഖിൽ മാരാറേട്ടൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഇത് കേട്ടിട്ട് നമുക്ക് വരാം. നമുക്കൊന്ന് കേട്ട് നോക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചു. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അഖിൽ മാരാരുടെ ജയ വാർത്ത. എന്തായാലും അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയായിരിക്കും വരാൻ പോണത്. റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ വാർത്ത വായിക്കും, അത് ഇങ്ങനെയായിരിക്കും. അഖിൽ മാരാർ തോറ്റു, വേറൊരു സ്ഥാനാർത്ഥി ജയിച്ചു, ഏതോ സ്ഥാനാർത്ഥി ആവട്ടെ. പക്ഷെ എന്തായാലും അങ്ങനെ ആയിരിക്കും, ഉടനെ ആയിരിക്കും, അങ്ങനെ ഒരു വാർത്തയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അടുത്ത നമുക്കൊരു തീപ്പൊരി ഒരു ഐറ്റം നമുക്കൊന്ന് കാണാം. ഇതൊന്നുമല്ല വിറ്റ്, പ്രചരണത്തിനിടയിൽ ഒരു സംഭവം നടന്നു. നിങ്ങൾ ആരും അറിഞ്ഞു കാണാൻ വലുതായിട്ട് ചാൻസ് ഇല്ല. എന്തായാലും ഞാനൊന്ന് പറയാം. ഈ നമ്മുടെ അഖിൽ മാരാരുടെ കുറച്ച് അണികളുണ്ടല്ലോ, 4, 3, 5 അണികളേ ഉള്ളൂ. എന്തായാലും ആ അണികൾ ചേർന്ന് ഒരു ചെറിയൊരു സംഭവം നടത്തി. നാട്ടുകാരുടെ മുമ്പിലിട്ടൊരു പടക്കം പൊട്ടിയിരിക്കും. നല്ല രീതിയിൽ ഒരു പൊട്ടിക്കുകയും ചെയ്തു. അടുത്ത് നിന്ന് ഒരാൾക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ആയിട്ട് കൊടുക്കാം. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്നിട്ട് നിങ്ങൾ പറയും. നാലും മൂന്നും 5 അണികളെ അവിടെ ഉള്ളു. ഈ 5 അണികളെ പോലും നേരെ നടത്തിക്കൊണ്ട് പോകാൻ കഴിവില്ലാത്ത ഈ അഖിൽ മാരാർ എങ്ങനെ ഒരു MLA ആയി നിന്ന് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ സ്കൂട്ടറുകാരന് പ്രത്യേകിച്ചൊന്നും പറ്റാതിരുന്നത് കാര്യമായി. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് MLA ആവുന്നതിന് മുമ്പേ പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ അഖിൽ മാരാരെ കണ്ടുവരുന്നത് ഇവിടെ വെച്ച്. എന്തായാലും എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ അഖിൽ മാരാരുടെ മണ്ഡലത്തിലൊക്കെ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അഖിൽ മാരാർ എന്ന് വെച്ചാൽ കൊണ്ട് അഖിൽ മാരാരെ തോപ്പിക്കാൻ ഒക്കില്ല എന്നൊരു അഖിൽ മാരാർക്കൊരു കിംവദന്തി ഇവിടെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അഖിൽ മാരാരുടെ ഒരു ഉദാഹരണം സംഭവം മോദിജിയുടെ പൈൽസ് വരെ എത്തിപ്പോയി എന്നുള്ള ഒരു ഘട്ടത്തിലോട്ട് വരെ അഖിൽ മാരാർ പറഞ്ഞു പോയി എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ ആയിട്ട് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന ഒരു മനുഷ്യൻ നടന്നു കയറിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. ഇന്ന് ഈ രാജ്യത്തെ 13 വർഷമായിട്ട് നയിക്കുന്ന ഭാരതത്തിന്റെ പ്രധാന ഒന്ന് നിൽക്കണേ. ഈ അഖിൽ മാരാർ പറഞ്ഞ നേരത്തെ ഡയലോഗ് മോദിജിയെ ഊക്കിയതല്ലല്ലോ. എന്തായാലും അതെനിക്ക് കേട്ടിട്ട് തോന്നിയത് മോദിയെ ഒന്ന് ഊക്കിയതായിട്ടാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൂടെ ഒന്ന് പറയുക. അവരെ കൂടെ തന്നെ നിന്നിട്ട് അവരെ പിടിച്ചെടുത്ത് ഊക്കുന്ന ഡയലോഗ് പഠിക്കുക അഖിൽ മാരാർ. എന്തായാലും അഖിൽ മാരാർ നമുക്ക് മുമ്പേ അറിയാം. എന്തായാലും നമുക്ക് അടുത്ത ക്ലിപ്പ് കൂടെ കേൾക്കാം.
എങ്ങനെ ഉണ്ടെന്നറിയാലോ. ഈ രാജ്യത്തിന്റെ സംസ്കാരം മനസ്സിലാക്കി ഈ രാജ്യം ഒട്ടാകെ സഞ്ചരിച്ചു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന് ഈ രാജ്യത്തെ ജനതയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതേസമയം സുഖ സൗകര്യങ്ങളുടെ എല്ലാത്തിലും നിന്ന് ജീവിച്ച് ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭക്ഷണത്തിന്റെ പോലും വയറ്റിൽ ഒരു ഭക്ഷണം. ഞാനൊക്കെ കുട്ടിക്കാലത്ത് എരികൾ ധാരാളമുള്ള ഭക്ഷണം കഴിച്ച ഒരാളാണ്. എനിക്ക് പിൽക്കാലത്ത് അൾസറും പൈൽസും പോലെയുള്ള അസുഖങ്ങൾ എന്നെ ബാധിക്കാനുള്ള പ്രധാന കാരണം കുട്ടിക്കാലത്ത് ഒന്നും കഴിക്കാനില്ലാത്തവൻ ഒരുപാട് മുളകും ചോറും വെളിച്ചെണ്ണയും ചേർത്ത് ഭക്ഷണം കഴിച്ചവൻ്റെ വയറും കുടലുമൊക്കെ നശിച്ചു പോയതിൻ്റെ വേദന എനിക്കറിയാൻ പറ്റും. ഈ വേദന, അതായത് ഒരു ഭക്ഷണം കഴിച്ചാൽ വയറിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലും അറിയാതെ ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ജനിച്ചു വളർന്ന രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകുന്നതും നരേന്ദ്രമോദി വിജയിച്ചു കയറി. പ്രിയ സുഹൃത്തുക്കളെ, എന്തായാലും നമുക്കൊരു പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ഇനി സ്ഥാനാർത്ഥികളുടെ പൈൽസ് ഉണ്ടോ എന്ന് നോക്കി വേണം വോട്ട് ചെയ്യാൻ എന്നാണ് അഖിൽമാരാർ പറയുന്നത്. പൈൽസ് വന്നിട്ടുള്ള ആളാണെങ്കിൽ അത് നല്ലൊരു സ്ഥാനാർത്ഥിയും, പൈൽസ് ഇല്ലാത്തവൻ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥി ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അഖിൽമാരാർ പറഞ്ഞു വരുന്നത് ഇവിടെ. എന്തായാലും ഈ കിഴങ്ങനൊക്കെ ആരാണ് വോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയാം. പൈൽസ് ഉള്ളവനാണ് ഇന്ത്യയെ പറ്റി കൃത്യമായി അറിയാനോ സാധിക്കുന്നത്, പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതെന്നാണ് അഖിൽമാരാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ പിടിച്ച് അടുത്ത് ബിഗ് ബോസ് കണ്ടിട്ട് വോട്ട് ചെയ്യണം പോലെ അല്ലേ. ഇങ്ങനെ ഒരു 10 പൈസയുടെ വോട്ട് പോലും കിട്ടാതെ ഇങ്ങനെ പൊട്ടുമെന്നാണ് തോന്നുന്നത്. ഇതെന്തായാലും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. എന്തായാലും നമുക്കിനി അടുത്ത ഒരു തീപ്പൊരി പ്രസംഗം, അഖിൽമാരാരുടെ മുണ്ടൂരി പ്രസംഗം നടത്താമെന്നാണ് അഖിൽമാരാർ വിചാരിച്ചത്. എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അഖിൽമാരാരുടെ ടോപ്പിക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ടോപ്പിക്കിലോട്ട് എടുത്തിടാം. എന്തായാലും ഞാൻ 2 വീഡിയോ വെക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അതിനുള്ള ഒരു സമയം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ എഡിറ്റിങ്ങും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്ര സമയം കിട്ടാൻ വിചാരിച്ചില്ല. എന്തായാലും നമുക്ക് മുണ്ടൂർ പ്രസംഗത്തിലോട്ടൊന്ന് കേട്ടുവരാം. മുണ്ടൂരി പ്രസംഗം നടത്താൻ അഖിൽമാരാർ കേവനാണെന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കി. അഖിൽമാരാർ ആ മുണ്ട് പിടിച്ചേക്കുന്നത് നോക്കണേ കൃത്യമായി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, അണ്ണാ പൊളിഞ്ഞെണ്ണൻ്റെ മുണ്ടൂടെ ഊരി വരുന്നുണ്ട്, സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നാറ്റക്കേസാവും. MLA ആവുന്നതിന് മുമ്പേ മുണ്ടുരിഞ്ഞു പോയ MLA എന്ന് പറയേണ്ട അവസ്ഥ ആവരുത്. അണ്ണൻ MLA ആവില്ല. എന്നാലും ഒരു സ്ഥാനാർത്ഥി റോട്ടിൽ നിന്ന് മുണ്ടുരിഞ്ഞു പോയ ഒരു അവസ്ഥയിലോട്ട് അണ്ണൻ എത്തരുത്. അത്രയും പരിതാപകരമായ അവസ്ഥയിലോട്ട് പോകരുത്. എന്തായാലും ഒന്ന് മുണ്ടൊന്ന് പിടിക്കുക. ഇതെന്തൊരു കഥകളിക്ക് പോയെങ്കിൽ രാത്രി വെള്ള ഷർട്ടും ഒരു വെള്ള കര പിടിച്ചൊരു കൈലിയും എവിടെ പോകണമെങ്കിൽ 10 പൈസയുടെ വോട്ട് കിട്ടില്ല എന്നെ ഉറപ്പായി. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരാളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് കൂടെ ചെയ്തേക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, ശുഭദിനം.